ഹലോ. അങ്ങനെ കോയമ്പത്തൂർ യാത്രയുടെ സെക്കൻഡ് പാർട്ടാണിത്. ഞങ്ങളങ്ങനെ കോയമ്പത്തൂരെത്തി. പവിയേട്ടൻ റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ടുണ്ടായിരുന്നു, ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ട്. ഭയങ്കര സന്തോഷം, എല്ലാവർക്കും ഭയങ്കര സന്തോഷം. പവിയേട്ടനും പിള്ളേർക്കും എല്ലാം ഭയങ്കര ഹാപ്പി. അങ്ങനെ ഞങ്ങൾ നടന്ന റൂമിലോട്ട് പോവുക. പവിയേട്ടന് അവിടെ ഒരു സിംഗിൾ റൂമുണ്ട്. ഞങ്ങൾ പോരുന്ന കഴിഞ്ഞപ്പോൾ അവിടുത്തെ റൂമെല്ലാം വെക്കേറ്റ് ചെയ്തു. അതുകൊണ്ട് കട്ടിലൊന്നുമില്ല, താഴെ ബെഡിട്ടാണ് കിടക്കുന്നത്. ഒരു റൂമും ഒരടുക്കളയും ഒരു ടോയ്ലറ്റും അത്രയേ ഉള്ളൂ. ചെറിയ ആൾ അച്ഛയെ കണ്ടു കഴിഞ്ഞപ്പോൾ ഭയങ്കര ഡാൻസും കളിയൊക്കെയാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് വന്നതിൻ്റെ ഒരു തൂപ്പും തുടപ്പും എല്ലാം ചെയ്യാൻ കിടക്കുന്നത്. ഇത് ഞങ്ങളുടെ റൂമിൻ്റെ താഴത്തെ ഇതൊക്കെയാണ്. ഒരു തമിഴ്നാടിൻ്റെ ഭംഗി നമുക്കിനി ഒന്ന് ആസ്വദിക്കാം. അടിപൊളി. എനിക്ക് കോയമ്പത്തൂർ ഭയങ്കര ഇഷ്ടമാണ്. നല്ല ക്ലൈമറ്റാണ്. ഞങ്ങളിതിന് മുന്നേ ചെന്നൈയിലായിരുന്നു, അതുകൊണ്ട് എനിക്ക് കോയമ്പത്തൂർ നല്ല ഇഷ്ടമാണ്. തമിഴ്നാട് കണ്ടോ, കൃഷിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് കൊടുക്കും തമിഴർ. വെള്ളത്തിനൊക്കെ നല്ല ക്ഷാമം ഉണ്ടെങ്കിലും ഇവർ കൃഷിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്ന സ്ഥലമാണ്. ഞാനൊരു ചായയൊക്കെ വെച്ച് കുടിക്കുക. ഗ്യാസൊന്നുമില്ല, ഒരു ഇൻഡക്ഷൻ കുക്കറാവുള്ള ആകെ. അതിൽ ഞാനൊരു ചായ ഇട്ട് കുടിക്കുക. രാവിലെയാണിത്. പിറ്റേ ദിവസം നേരം വെളുത്തപ്പോഴാണ് ഞാൻ ബാൽക്കണിയിൽ പോയി നിന്ന് ഇച്ചിരി ചായയൊക്കെ കുടിക്കുക. ആ നാടൊക്കെ ഒന്ന് ആസ്വദിച്ച്. ഈ നാടിന് എനിക്ക് ഒരുപാട് ഓർമ്മകൾ തന്നിട്ടുണ്ട്. എൻ്റെ അബോർഷൻസ്, പിന്നെ ഞാൻ പ്രഗ്നൻ്റ് ആയത്, എനിക്ക് കുട്ടി ഉണ്ടായത്, അങ്ങനെ എനിക്ക് ഒരുപാട് മെമ്മറീസ് തന്നിട്ടുണ്ട്. കൊറോണ ടൈം ഞങ്ങൾ 2021 22 ഇവിടെ എത്തിയത്. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ മെയിൻ എപ്പോഴും പോകുന്ന ഒരു സ്പോട്ടാണ്, ഒരു ഫുഡ് സ്പോട്ടാണ് AFC. അവിടെ പോയി ഞങ്ങൾ ഫ്രൈഡ് ചിക്കനൊക്കെ കഴിക്കുക ഇടയ്ക്കിടയ്ക്ക്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ആദ്യം ഞങ്ങൾക്ക് ഓർമ്മ വരുന്ന കട അതാണ്. അതുകൊണ്ട് ഞങ്ങൾ ഫാമിലി ആയിട്ടൊന്ന് ഇറങ്ങി പിള്ളേരെയുമായിട്ട് വേണ്ടി കട്ട വെയിറ്റിങ്ങിൽ ഇരിക്കുകയാണ്. ഞാനും കമ്പനിയും കൊണ്ട് എന്തോ വർത്താനമൊക്കെ പറഞ്ഞിരിക്കുക. ഇത് ഞങ്ങൾ മേടിച്ച സാധനത്തിൻ്റെ ബില്ലാണ്. അങ്ങനെ അൽഫാമും ലോഡഡ് ഫ്രൈസുമാണ് വന്നത്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ലോഡഡ് ഫ്രൈസ് കഴിക്കുന്നത്, പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അടിപൊളി സാധനം. ഞങ്ങളിവിടുത്തെ അൽഫാമിൻ്റെ ഭയങ്കര ഫാനായിരുന്നു. ഞങ്ങൾ നേരെ ഓപ്പോസിറ്റ് ഉൾട്ടയായിപ്പോൾ. ഇപ്പം ഞങ്ങൾ അവിടെ ആ കടയിലെ മെയിൻ ഐറ്റം ഇപ്പോൾ അതിനോടാണ് ഭയങ്കര ഫാനായിരിക്കുന്നത്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. പറയുമ്പോൾ കൂടെ എനിക്കത് വായിന്ന് വെള്ളം വരുന്നു. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിച്ച് പയ്യെ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ അവിടെ തൊട്ടടുത്തായിട്ട് പവേൻ്റെ വർക്ക്ഷോപ്പിൻ്റെ നേരെ ഫ്രണ്ടിലായിട്ട് ചെറിയൊരു പാർക്കുണ്ട്. അങ്ങനെ ആ പാർക്കിലൊക്കെ പോയി പിള്ളേരായിട്ട് കളിച്ചു. എന്നിട്ട് പിറ്റേ ദിവസം ഞാനും പിള്ളേരും കൂടെ തിരിച്ചിങ്ങ് പോരുന്നു. ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ കോയമ്പത്തൂർ യാത്ര. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം.